ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്ന ഒരു മൈൽ സ്റ്റോണാണ് ചാനൽ മോണിറ്റൈസേഷൻ എന്നുള്ളത്. ലക്കിലി നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടോടു കൂടി ലാസ്റ്റ് വീക്ക് എൻ്റെ ചാനൽ മോണിറ്റൈസായി. 243 ദിവസം ആണ് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയത്. ലാസ്റ്റ് 365 ഡേയ്സിൽ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് ഹവേഴ്സും ഗെയിൻ ചെയ്ത ആളുകൾക്കാണ് യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാം എന്നുള്ള മോഡേണൈസേഷൻ പ്രോഗ്രാമിലേക്ക് എലിജിബിലിറ്റി കിട്ടുക. അപ്പോൾ എൻ്റെ ഒരു ജേണിയുടെ ടൈം ലൈൻ എന്നാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഈ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടാൻ വേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും, എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ വ്യൂവേഴ്സ് എല്ലാവർക്കും ഞാൻ താങ്ക്സ് പറയാണ് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം ഇമാജിനേഷൻസ്. ലെറ്റ് us start. നമുക്ക് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എലിജിബിൾ ആയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സ്റ്റെപ്സ്, എങ്ങനെയാണ് നമുക്ക് നമ്മളെ വീഡിയോസിലേക്ക് ആഡ്സ് എനേബിൾ ചെയ്യുക എന്നുള്ളതാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചാനലിൻ്റെ ഒരു ടൈം ലൈൻ നോക്കുകയാണെങ്കിൽ 0 സബ്സ്ക്രൈബേഴ്സ് 0 വാച്ച് ടൈമിൽ സ്റ്റാർട്ട് ചെയ്തു. 20th March 2020 ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തു. 8th May ആയപ്പോഴേക്ക് 100 സബ്സ്ക്രൈബേഴ്സായി. 8th August 1000 സബ്സ്ക്രൈബേഴ്സ്. 23rd November 4000 വാച്ച് ഹവേഴ്സ് ക്ലോസ് ചെയ്തു. 24th November മോർണിംഗിൽ എനിക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ആയെന്നുള്ള മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. ചാനലിൻ്റെ മോണിറ്റൈസേഷൻ പ്രോസസ്സ് നോക്കാം. ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് യൂട്യൂബിൻ്റെ പാർട്ട്ണർ പ്രോഗ്രാമിൻ്റെ ഒരു അഗ്രിമെൻ്റ് ആണ്. ഇതെങ്ങനെ ഓപ്പൺ ചെയ്യുക എന്നുള്ളത് വീണ്ടും കാണിക്കാം. ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ അഗ്രി ചെയ്യണം. ഞാൻ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഓൾറെഡി അഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ട് പ്രൊസീഡ് ചെയ്യുന്നതാണ്. അതിൽ തന്നെ ഫസ്റ്റ് പ്രോസസ്സ് നമ്മൾ വെരിഫിക്കേഷനാണ്. നമ്മൾ യൂട്യൂബ് യൂസിൻ്റെ ഇമെയിൽ ID ഒന്ന് വെരിഫൈ ചെയ്തിട്ടാണ് നമ്മളത് കഴിയുന്നത്. നമ്മൾ ഇമെയിൽ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സെക്കൻഡ് ലെവൽ ഒതൻറ്റിക്കേഷൻ കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു കോഡ് നമ്പർ വരുന്നുണ്ട്. കോഡ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ യെസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോഡ് നമ്പർ വരും. ഈ കോഡ് നമ്പർ നമ്മൾ ഈ ID ഉപയോഗിച്ചിട്ടുള്ള ഗൂഗിൾ അക്കൗണ്ടിൽ ഫോണിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചോദിക്കും, ഇന്ന ഡിവൈസിൽ നിന്ന് ഇന്ന് OS യൂസ് ചെയ്യുന്ന ഡിവൈസിന് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ആക്സെപ്റ്റ് ചെയ്യണമെന്ന്. വൺസ് നമ്മൾ ആക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. പക്ഷെ എങ്ങനെ ചെയ്യേണ്ടത് കാണിച്ചു, ഞാനത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ പ്രോസസ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് ആഡ്സെൻസ് ഓൾറെഡി ഉണ്ടോയെന്ന് എനിക്ക് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ലായിരുന്നു. സോ ഞാൻ ഐ ഡോണ്ട് നോ കൊടുത്തു, കണ്ടിന്യൂ ചെയ്തു. എക്സിസ്റ്റിംഗ് അക്കൗണ്ടിലേക്ക് എക്സിസ്റ്റിംഗ് അക്കൗണ്ടിലേക്ക് കൊടുക്കാം. ഇനി നമ്മൾ ഡയറക്റ്റ് ആഡ്സെൻസ് സ്ക്രീനിലേക്ക് പോകുന്നതാണ്. അപ്പോൾ വീണ്ടും ഇത് ഗൂഗിൾ ആഡ്സെൻസിലേക്ക് വന്നു. ഇവിടെ നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങൾ ആഡ്സെൻസ് അക്കൗണ്ട് എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. അതിന് ഡീറ്റെയിൽസ് എല്ലാം പോപ്പ് വന്നു. എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ ആഡ്സെൻസ് വെരിഫിക്കേഷനായി. എന്നിട്ട് ആഡ്സെൻസിൻ്റെ പേജിൽ നിന്നും വീണ്ടും തിരിച്ച് നമ്മുടെ ചാനൽ പേജിലേക്ക് തന്നെ റീഡയറക്റ്റ് ചെയ്ത് വരും. ഇപ്പോൾ ആഡ്സെൻസ് റിവ്യൂ, പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് റിവ്യൂയിങ് ആണ്. അവർ നമ്മളെ പാർട്ട്ണർ പ്രോഗ്രാമിലേക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ. സോ നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ എനിക്ക് അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് മെയിൽ വന്നു. അതായത് നമ്മുടെ ആഡ്സെൻസ് അക്കൗണ്ടിലേക്ക് നമ്മൾ യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാമിലേക്ക് യൂട്യൂബ് നമ്മളെ ക്വാളിഫൈ ചെയ്തിരുന്നു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് നോക്കേണ്ടത് വീണ്ടും യൂട്യൂബ് സ്റ്റുഡിയോയിൽ തിരിച്ചു വരിക. എന്നിട്ട് നമുക്ക് നമ്മുടെ കോണ്ടൻസ് പോയി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ചാനലിലും ഇപ്പോൾ എല്ലാ വീഡിയോസിനും നമുക്ക് നോക്കാം മോണിറ്റൈസേഷൻ ഓഫാണ്. നമ്മൾ 1 by 1 ആയിട്ട് ഓൺ ചെയ്യണം. അതിന് നമുക്ക് മോണിറ്റൈസേഷൻ സ്ക്രീൻ ഒന്നും കൂടെ പോയി നോക്കാം. മോണിറ്റൈസേഷൻ സ്ക്രീൻ എനേബിൾ ദെൻ ഏൺ യുവർ മണി ഫ്രം യൂട്യൂബ് ചാനൽ, ലേൺ മോർ. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി അത് ടേക്ക് ചെയ്യുന്നത് യൂട്യൂബ് ക്രിയേറ്റർ അക്കാഡമി എന്ന് പറഞ്ഞാൽ യൂട്യൂബിൻ്റെ തന്നെ ഒരു ട്യൂട്ടോറിയൽ പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടെ നമുക്ക് ഏതൊക്കെ രീതിയിൽ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിലേക്ക് പോകുന്നത്, അവിടെ പോയി എന്തൊക്കെ രീതിയിൽ നമുക്കതിൽ ചെയ്യാം, സൂപ്പർ ചാറ്റ്, ഇമോജീസ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മേലെ കാർഡിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ അടുത്തത് വീഡിയോ അഡ്വർടൈസിങ്, ഏതൊക്കെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ്, ഏതൊക്കെ തരത്തിലുള്ള വീഡിയോ അഡ്വർടൈസിങ് ആണെന്നുള്ളത്. അതും താല്പര്യമുള്ളൊക്കെ ആ പേജ് ഓപ്പൺ ചെയ്തിട്ട് പോയി ഡീറ്റെയിലായിട്ട് വായിച്ച് നോക്കാവുന്നതാണ്. സമയമുള്ളവർക്കത് ഇൻഡെപ്തായിട്ട് വായിച്ച് നോക്കാം. സോ ഞാൻ ജസ്റ്റ് ഇപ്പോൾ സ്ക്രോൾ ചെയ്ത് പോകുന്നുള്ളൂ. ഇത് അഗ്രിമെൻറ്റ് സ്ക്രീനാണ്. ഇവിടെ നിന്നാണ് നേരത്തെ ഞാൻ ഫസ്റ്റ് കാണിച്ച അഗ്രിമെൻറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കണ്ട സെയിം അഗ്രിമെൻ്റാണ്. ഇനി നമുക്ക് എങ്ങനെ വീഡിയോസ് 1 by 1 ആഡ് ചെയ്യാണ്ട് ഒരുമിച്ച് നമുക്ക് എങ്ങനെ മോണിറ്റൈസ് എനേബിൾ ചെയ്യാം. നമ്മളവിടെ പോയി സെലക്ട് ഓൾ കൊടുക്കാം. എഡിറ്റ് എന്ന ഓപ്ഷനിൽ പോയിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഇവിടെ മോണിറ്റൈസേഷൻ. അത് ഓൺ കൊടുക്കുക.
അപ്ഡേറ്റ് വീഡിയോസ് കൊടുക്കുക. അപ്ഡേറ്റ് വീഡിയോസ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും. ഇപ്പം നമ്മളതിൻ്റെ ആക്സെപ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അപ്ഡേറ്റ് വീഡിയോസ് കൊടുത്ത് നമുക്ക് ബൾക്കായിട്ടൊരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു കമാൻഡ് നമ്മൾ പാസ് ചെയ്യണം. അപ്പം ഇപ്പോൾ ഒരു സ്ക്രീനിൽ നമുക്ക് അപ് ടു 30 വീഡിയോസാണ് കാണുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് 30 വീഡിയോസിലേക്ക് ഞാൻ മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യുന്ന പ്രോസസ്സ് കമാൻഡ് പാസ് ചെയ്യുകയാണ്. അപ്പോൾ ഒരുപാട് വീഡിയോസ് ഉള്ളതുകൊണ്ട് 1 by 1 ആയിട്ട് അത് ചെയ്യുന്നതിന് കുറച്ച് സമയം എടുക്കും. ഇനി നമുക്ക് എല്ലാ വീഡിയോസും ചെയ്യേണ്ട, കുറച്ച് വീഡിയോസിന് മാത്രം ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോസ് മാത്രം സെലക്ട് ചെയ്തിട്ടും നമുക്ക് ഇതേപോലെ കൊടുത്തിട്ട് എനേബിൾ ചെയ്യാം. ഇപ്പോൾ നമ്മൾ 30 വീഡിയോസ് മോണിറ്റൈസ് ആയിട്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ നേരത്തെ ഓഫ് എന്ന് കാണിക്കുന്ന ആ സ്ഥലത്ത് നോക്കിയാൽ നമുക്കിപ്പോൾ ഓണായിട്ട് കാണാം. അതായത് നമ്മുടെ വീഡിയോസിലെല്ലാം ഇനി പ്ലേ ചെയ്യുമ്പം ആഡ്സ് കാണിച്ച് തുടങ്ങും യൂട്യൂബ്. ഓക്കെ, വളരെ സിമ്പിൾ പ്രോസസ്സാണ്, വളരെ ഈസിയാണ്, ആർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടൊരു പ്രോസസ്സാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻസിൽ തരിക. എൻ്റെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെക്കുറിച്ച് പരിഗണിക്കാം. മറ്റൊരു വീഡിയോയുമായി തിരിച്ചു വന്നിട്ട് ടേക്ക് കെയർ ആൻഡ് ബൈ.